ഹലോ നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 13, 2024 ഫുട്ബോൾ അപ്ഡേറ്റാണ്. നമുക്കറിയാം, ഇന്ന് പ്രധാനപ്പെട്ട മത്സരങ്ങളൊന്നും നടക്കുന്നില്ല. ആഫ്രിക്കയിൽ മാത്രമാണ് ഇന്ന് അല്പം അന്താരാഷ്ട്ര മത്സരങ്ങൾ നടക്കുന്നത്, ആഫ്രിക്കൻ നാഷൻസ് കപ്പിന് വേണ്ടിയിട്ടുള്ള. നാളെ ഏഷ്യയിലും തെക്കേ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ മത്സരങ്ങൾ ഉണ്ട്. ഇന്ന് പ്രധാനമായും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ കണ്ട വാർത്ത എന്ന് വെച്ചാൽ, മെസ്സിയുടെ ക്ലബ്ബായ ഇൻ്റർ മയാമിയുമായി ബന്ധപ്പെട്ട് നടന്ന ചില വിവാദങ്ങളായിരുന്നു. നമുക്കറിയാം, ഈ വർഷാവസാനം ലോക ക്ലബ്ബ് ചാമ്പ്യന്മാർക്ക് വേണ്ടിയുള്ള ടൂർണമെൻറ്റ് ഫിഫ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രീമിയർ ലീഗിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിയും ചെൽസിയുമാണ് യോഗ്യത നേടിയിട്ടുള്ളത്. അതേപോലെ ലാലിഗയിൽ നിന്ന് റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡുമാണ്. ഈ പ്രമുഖ ക്ലബ്ബുകൾ പങ്കെടുക്കുന്ന ഈ ടൂർണമെൻറ്റിലേക്ക് മെസ്സിയുടെ ഇൻ്റർ മയാമിയെ കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ മേജർ ലീഗ് സോക്കറിൻ്റെ രണ്ടാം ഘട്ടത്തിൽ പ്ലേ ഓഫിൻ്റെ ആദ്യ റൗണ്ടിൽ തന്നെ മെസ്സിയുടെ ടീം പുറത്തായി. പിന്നെ എന്തുകൊണ്ടാണ് ഈ ടീമിനെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചുകൊണ്ടുള്ള വിവാദങ്ങളാണ് ഇന്ന് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും കണ്ടത്. അപ്പോൾ അതിന് ഫിഫ പറഞ്ഞ ന്യായം എന്താണെന്ന് വെച്ചാൽ, ആദ്യഘട്ടത്തിൽ നടന്ന ലീഗ് റൗണ്ടിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇൻ്റർ മയാമി ഉൾപ്പെട്ട ഗ്രൂപ്പിൽ ഇൻ്റർ മയാമി ആയിരുന്നു ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയിട്ടുള്ളത്. രണ്ട് വിഭാഗത്തിലും ഏറ്റവും കൂടുതൽ നോക്കുമ്പോഴും അപ്പോഴും പോയിൻ്റ് കൂടുതൽ ഇൻ്റർ മയാമിക്കാണ്. ആ ഒരു ബേസിലാണ് തിരഞ്ഞെടുത്തതെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും ഇത് മത്സരം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു ടീമിനെ തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു വിവാദത്തിലാണ് ഇപ്പോൾ ഇന്ന് പല മാധ്യമങ്ങളിലും, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെയുള്ള മാധ്യമങ്ങളിൽ കണ്ടത്. അത് വരും ദിവസങ്ങൾ വീണ്ടും വിവാദങ്ങൾ സൃഷ്ടിക്കും. പിന്നെ മറ്റൊരു അപ്ഡേറ്റ് ഉള്ളത്, നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ച് റോഡ് വാൻ നിസ്റ്റർലോയുമായി ബന്ധപ്പെട്ടായിരുന്നു. നമുക്കറിയാം, അവരുടെ കോച്ച് എറിക് ടെൻ ഹാഗ് പുറത്തതിന് ശേഷം 4 മത്സരങ്ങളിലാണ് റോഡ് വാൻ നിസ്റ്റർലോയി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോച്ചായി പ്രവർത്തിച്ചത്. ഈ 4 മത്സരങ്ങൾ 3 വിജയം 1 സമനിലയുമായിരുന്നു. നല്ല പ്രകടനമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിയത്. എന്നാൽ ഇന്നലെ അവരുടെ പുതിയ കോച്ചായ റൂബൻ അമോറിം ചാർജ് എടുത്തു ഈ പോർച്ചുഗലിൽ നിന്നുള്ള. അപ്പോൾ പഴയ സ്റ്റാഫുകളൊക്കെ ഒഴിവാക്കി, ആ കൂട്ടത്തിൽ റോഡ് വാൻ നിസ്റ്റർലോയെ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ചും ഇത്ര നല്ലൊരു പ്രകടനം നടത്തിയിട്ടും അദ്ദേഹത്തെ പെട്ടെന്ന് ഒഴിവാക്കിയതിനെതിരെ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വാർത്തകൾ കണ്ടു. ഇത്രയൊക്കെയാണ് ഇന്ന് ഫുട്ബോളിനുള്ള അപ്ഡേറ്റ് ഉള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.